ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ലക്കി ബാമ്പു എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്ന എല്ലാം ലക്കി ബാമ്പു കേട്ടോ. കൊണ്ടോ ഞങ്ങൾ കുറേ ലക്കി ബാമ്പുകൾ ഇങ്ങനെ വേലി പോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ നിൽക്കുന്നതാണ്, വേലിയായിട്ട് നിൽക്കുന്ന കേട്ടോ. ഇതുകൊണ്ട് എല്ലാം ഈ നിൽക്കുന്നതെല്ലാം ലക്കി ബാമ്പു കേട്ടോ. കണ്ടോ എല്ലാം ഉണ്ടോ? ഇതാണ് ലക്കി ബാമ്പു. ലക്കി ബാമ്പു അറിയാത്തവരുണ്ട് കേട്ടോ. ഇതാണ് ലക്കി ബാമ്പു. അത് നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ചാൽ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. പണം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. ഇത് പോസിറ്റീവ് എനർജി നൽകുന്നതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യവും ഐശ്വര്യവും എല്ലാം വരുന്നത്. അതുകൊണ്ട് ലക്കി ബാമ്പു എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ അതേ കുറേ ലക്കി ബാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് അതിൻ്റെ കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലയെല്ലാം നമ്മൾ ഇങ്ങനെ കളയണം. കളഞ്ഞതിന് ശേഷം ഞാൻ കുറേ എടുത്തു വച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇല കളഞ്ഞതാണ്. ഞാനിങ്ങനെ കുറേ കണ്ടോ, ഞാൻ ഇല കളഞ്ഞ് കുറേ കമ്പുകളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടംമാതിരി കമ്പുകളുണ്ട് കേട്ടോ. ഇത് ലക്കി ബാമ്പു ആണ്. ഇത് നമ്മുടെ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുതരും, പോസിറ്റീവ് എനർജി കൊണ്ടുതരും. അപ്പോൾ നമുക്ക് ഒരു കുപ്പിയിൽ ഇത് വെക്കുവാണ്, വെള്ളം നിറച്ച് ഇത് വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കിളുക്കും കേട്ടോ. ഇത് പൊട്ടി മുളയ്ക്കും പെട്ടെന്ന്. ഇതൊരു ബാമ്പു ഇനത്തിൽപ്പെട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മുളയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടോ. ഞാൻ ഈ ഓരോ കമ്പുകളും മുറിച്ചിട്ടിട്ടുണ്ട്. ഇതുണ്ടോ, 3 മുട്ട് വെച്ച് ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കണ്ടോ, ഇത് അടിപൊളിയല്ലേ. ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇത്രയും കുറേ കമ്പുകൾ എനിക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഏറ്റവും നല്ലത് ഒരു കുപ്പിയിൽ 21 കമ്പുകൾ കുത്താൻ ശ്രമിക്കണം കേട്ടോ. അതൊരു നല്ല ഐശ്വര്യമാണ്. അപ്പോൾ അത് പോസിറ്റീവ് എനർജി കിട്ടും. എന്നാലും നമുക്കത് 21 കമ്പുകൾ നമുക്ക്, ഇത് ഞാൻ കുറേ എടുത്തു വെച്ചതാണ് കേട്ടോ. കുറേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അന്നേരം കുപ്പിക്കകത്ത് നമ്മൾ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതുപോലെ കുപ്പിക്കകത്തിട്ടത് കൊണ്ടോ, ഞാൻ ഇതുപോലെ ചെയ്തതാണ്. ഇതുകൊണ്ടോ, ഇതിൻ്റെ വേര് ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ഈ കുപ്പിക്കകത്ത് അടിയിൽ നോക്കിക്കേ, ഇതിൻ്റെ വേരിറങ്ങി ഇത് കിളുത്ത് കയറിയതാണ് കണ്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഇത് കുപ്പിക്കകത്ത് കെട്ടി ഇങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് ഇത് കിളുത്ത് ഇതുപോലെയാകും കുപ്പിക്കകത്ത്. കണ്ടോ, അതിൻ്റെ അടി കുറേ 2-3 മാസമായപ്പോഴത്തേക്കും അതിന് വേര് വെച്ച് അടിപൊളിയായിട്ടുള്ളൊരു ഇല കണ്ടോ. നല്ല അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്കും തരണം, കമൻറ്റും തരണം. അതുപോലെ തന്നെ 21 കമ്പുകൾ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത്. അത് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം നമുക്ക് പ്രാധാന്യം നൽകും. അതുപോലെ തന്നെ ഇത് ചെറിയ വെളിച്ചം ഉള്ളിടത്തേക്ക് വെക്കാൻ ശ്രമിക്കണം കേട്ടോ.